പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ടോപ്പിക്ക് പോലെ തന്നെ ഹോം സ്ക്രീനാണ് നമ്മൾ ടോപ്പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളുടെ ഇന്നത്തെ വിഷയം പേജ് ഓഫ് സൂട്ട്സിനെ ആസ്പദമാക്കിയാണ്. സാധാരണഗതിയിൽ പേജ് ഓഫ് സൂട്ട്സ് വന്നു കഴിഞ്ഞാൽ രഹസ്യമായ സന്ദേശങ്ങൾ, വാർത്തകൾ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ നടത്തുന്ന ചെറിയ ചാരപ്പണി, മാനസികമായ ഉന്മേഷം, ഒരു ജിജ്ഞാസ എന്നിവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരാറുള്ളത്. സംസാരത്തിലും നമ്മുടെ എഴുത്തിലും ഒക്കെ വ്യക്തത വരുത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും ഇത് സാധാരണഗതിയിൽ സൂചിപ്പിക്കാറുണ്ട്. പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും വാർത്തകൾക്കും തയ്യാറെടുക്കുന്നതോടൊപ്പം തന്നെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിലും പേജ് ഓഫ് സൂട്ട്സ് നമുക്ക് മുന്നറിയിപ്പ് തരാറുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ബാധകമാകാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്ന ആ പേജ് ഓഫ് സോട്ട്സ് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു സാഹചര്യമാകാം. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഡെവിൾ എനർജിയാണ്. ഓക്കെ, നോക്കാം എന്താണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന വാർത്തയുടെ അല്ലെങ്കിൽ സന്ദേശത്തിന്റെ സ്വഭാവം. രണ്ട് കാർഡുകളും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ റീഡിംഗ് നമുക്ക് നൽകുന്ന ഗൗരവകരമായ മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളോ തടസ്സങ്ങളോ എന്തോ ആണെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഡബിൾ എനർജി വന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ളൊരു ഫീലാണ്. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് എന്ത് നീക്കമാണ് അല്ലെങ്കിൽ എന്ത് തടസ്സമാണ് അവർ നിങ്ങളുടെ വഴിയിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്? നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വെളിവാകാത്ത, അതായത് വെളിപ്പെടാത്ത, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായ, അതായത് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതായ, ജാഗ്രത പാലിക്കേണ്ടതായ കാര്യം എന്തിനെ ആസ്പദമാക്കിയുള്ളതാണ്? നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട ബുദ്ധിപരമായ നീക്കം, നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട സ്റ്റാൻഡ് എങ്ങനെയുള്ളതായിരിക്കണം? ഒരു കാർഡും കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് കാർഡുണ്ട് കേട്ടോ, എടുക്കുന്നുണ്ട്. നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ആരാണ് ഈ പേജ് ഓഫ് സോട്ട്സ് എന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഡെവിൾ എനർജിയാണ്. ഇവിടെ നോക്കൂ, പേജ് ഓഫ് സോട്ട്സും ഡെവിളും കൂടി ചേരുമ്പോൾ അത് വളരെ വിഷലിപ്തമായ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പേജ് ഓഫ് സോട്ട്സ് ഓൾറെഡി നിങ്ങളെ ഒരു സ്പൈ വർക്ക് ചെയ്യുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രുപക്ഷത്തുള്ള ഒരു കാര്യത്തെയാണ് പൊതുവായിട്ട് സാധാരണതയിൽ വരുമ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് കൺവേ ചെയ്യുന്നത്. ഡെവിളിനോട് കൂടി ചേർത്ത് പറയുമ്പോൾ എന്തായാലും ടോക്സിക് ഒബ്സഷൻ നിങ്ങളോടുള്ള, അതായത് വിഷലിപ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. നിങ്ങളെ ശ്രദ്ധിക്കുന്നത് ഒരു താല്പര്യത്തിനോ അല്ലെങ്കിൽ ഒരു കൗതുകത്തിനോ ഒന്നുമല്ല, അമിതമായ അസൂയയോ അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റണം, നിങ്ങളുടെ വീഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടിയോ നിൽക്കുന്ന ഒരാളാണ്. ഒരാൾ തന്നെ ആവണമെന്നില്ല, അങ്ങനെയുള്ള എനർജിയാണ്. രഹസ്യ ശത്രുക്കൾ എന്തായാലും ഉണ്ട്. അതായത് പുറമേ സുഹൃത്തായി അഭിനയിക്കുകയും എന്നാൽ ഉള്ളിൽ നിങ്ങളുടെ പതനം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈവിളായി സ്വാധീനമൊക്കെ വരുന്ന എനർജി ഇവിടെ കാണാം. അതായത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കണ്ണീർ, പ്രാക്ക് മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അയക്കുന്ന, നിങ്ങൾക്കെതിരെ കർമ്മങ്ങൾ ചെയ്യുന്ന മറഞ്ഞിരിക്കുന്ന ശത്രു, നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാകാം, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാകാം. നല്ല രീതിയിലൊക്കെ പെരുമാറി നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കെതിരെ അത് ഉപയോഗിക്കുന്ന ആള്. പേജ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ വിവരങ്ങൾ, ചാരപ്പണി, സ്പൈ വർക്കാണല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിലും നിങ്ങളോട് നല്ല രീതിയിലൊക്കെ പെരുമാറിയിട്ട് നിങ്ങളോട് അടുത്ത് ഇടപഴകുന്നത്, നേരിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങളുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ വ്യക്തി. എന്തായാലും ഈ വ്യക്തിയുടെ അസൂയ മൂലം വലിയൊരു കണ്ണേറ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഏതു നേരവും എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളെ പ്രാകുന്ന പോലെയുള്ള ഒരാളാണിത്. ഒരുപാട് പ്രാക്ക് ദോഷം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് നിങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ ഒരു അപകടം, ഒരു വിഷയം, ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നു എന്ന് കണ്ടാൽ സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ഈ വ്യക്തി. അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാകാം. അതിൽ പ്രശ്നങ്ങൾ നിങ്ങളെ അകറ്റി നിർത്തുന്ന തരത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാകാം ഇത്. ഇവരുടെ ഒരു നിരീക്ഷണത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ മെസ്സേജുകൾ എന്നിവയൊക്കെ അതീവ രഹസ്യമായിട്ട് ഇവര് ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് വരുന്ന കോളുകൾ, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലാകാം, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഏതോ തരത്തിലുള്ള പാർട്ട്ണർ, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ബന്ധമാകാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന ബന്ധങ്ങളിലെല്ലാം നിങ്ങൾ ഇടപെടുന്ന നിങ്ങളുടെ പങ്കാളികളുമായിട്ട് ഒരു ബിസിനസ്സോ കരിയറോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം നിങ്ങളിങ്ങനെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അതുപോലെ നിങ്ങളുടെ ചെറിയ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തി അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ മുന്നിൽ വന്നു കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് ഈ കാർഡ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും നിങ്ങൾക്കറിയാൻ പറ്റും, ചിലപ്പോ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു നെഗറ്റീവ് വൈബ് നമ്മളിലേക്ക് വന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊരു അസ്വസ്ഥത ചില ആളുകൾ അടുത്ത് വരുമ്പോൾ അവരെ കൂടി ഇടപഴകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ വൈകാരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ നടത്തുന്ന രഹസ്യമായ ഇടപാടുകൾ, രഹസ്യ നീക്കങ്ങൾ ഈ വ്യക്തി അറിയുന്നുണ്ടാകാം. അതിനാൽ നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇവർ അത് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാൽ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത്രയും കാര്യമായിട്ട് ഒരാൾ നിങ്ങളെ നിരീക്ഷിക്കുന്നു, അതെന്തായാലും നല്ല ഉദ്ദേശത്തിലുള്ളതല്ല, നിങ്ങളെ തടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ബന്ധമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ വളർച്ചയിൽ അസൂയുള്ള ഒരു സഹപ്രവർത്തകയോ ആകാം. നിങ്ങളുടെ ബലഹീനതകൾ ആയുധമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ഏത് അശ്രദ്ധയും അവർക്ക് അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ അമിതമായിട്ട് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അടുത്ത കാലത്തായിട്ട് ആരുടെയെങ്കിലും പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും ഈ സാഹചര്യത്തിൽ. അതുപോലെ നിങ്ങൾ മറ്റാരെയെങ്കിലും അന്ധമായിട്ട് വിശ്വസിച്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ കൈമാറുന്നുണ്ടോ, അവർ നിങ്ങളെ കുഴപ്പത്തിലേക്ക്, അല്ലെങ്കിൽ അവർ അത് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, നിങ്ങളിൽ നിന്ന് അറിഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഇടയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഈ സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ഈ സാഹചര്യത്തിൽ നിങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന പ്രധാന മെസ്സേജ് 2 of Cups, 4 of Wands. ഈ ആദ്യത്തെ ഡെവിൾ എനർജി വരുന്ന കാർഡ് നമ്മളെ ഭയപ്പെടുത്തുന്നതാണെങ്കിലും അടുത്ത 2 കാർഡുകൾ, അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ വിശ്വസ്തരായ പങ്കാളികളോ ഇവിടെ കണ്ട ഈ ഡെവിൾ ഇരുന്ന് നിങ്ങളെ അകറ്റാൻ നോക്കുന്നുണ്ട്, നിങ്ങളുടെ പങ്കാളികളുമായിട്ടുള്ള എനർജിയെ അല്ലെങ്കിൽ ആ ഒരു വൈബിനെ. പക്ഷെ ആ പങ്കാളികൾ എന്ന രീതിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ചുറ്റും ഈ ഡെവിൾ എനർജിയിൽ നിന്നൊരു സുരക്ഷാ കവചം തീർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ സ്നേഹനിർഭരവുമായ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും. അത് ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് ഒരു ഹോം കമ്മിങ് ആണ്. അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ശുഭവാർത്തകൾ, വിവാഹ നിശ്ചയം, ഗൃഹപ്രവേശം മുതലായ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വാർത്തകൾ നിങ്ങളിലേക്ക് എത്താം. അല്ലെങ്കിൽ ഒരു വലിയ പ്രൊജക്ട് പൂർത്തിയാക്കുന്നതിന്റെയോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്താം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ മാറ്റേഴ്സിലോ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം, അതൊരു
ലീഗൽ മാറ്ററും ആകാം. അങ്ങനെ ഒരു കേസോ തർക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു ഒത്തുതീർപ്പോ അല്ലെങ്കിൽ ഒരു വിജയ വാർത്തയോ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ കൂട്ടുകെട്ട്, അതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ നമ്മളിവിടെ ഡെവിൾ എനർജി അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, വ്യക്തിപരമായ ബന്ധമാകാം. ഈ വരാൻ പോകുന്ന ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സുരക്ഷിതത്വം കൊണ്ടുവരുന്ന ഒരു സന്ദേശമായിരിക്കും. അതായത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ പങ്കാളിത്തത്തിലോ ബിസിനസിന്റെ കാര്യത്തിലോ കരിയറിലോ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു, ഒരു ഐക്യത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു, യൂണിയനിലേക്ക് പോകാൻ പോകുന്നു. അതോടൊപ്പം തന്നെ കുടുംബ ഭദ്രതയ്ക്ക്, സ്റ്റെബിലിറ്റിക്ക് കാരണമാകാവുന്ന തരത്തിലുള്ള എന്തോ ഒരു വിഷയത്തെപ്പറ്റി, എന്തോ ഒരു കാര്യത്തെപ്പറ്റി, ശുഭകരമായ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളിലേക്ക് ഒരു വാർത്തയും അടിയന്തരമായിട്ട് വരാൻ പോകുന്നെന്ന സൂചനയാണ് യൂണിവേഴ്സ് നൽകുന്നത്. അങ്ങനെ ഒരു വാർത്ത നിങ്ങളിലേക്ക് വരുമ്പോൾ, അതുപോലെ നിങ്ങളുടെ പങ്കാളി, നിങ്ങളോടൊപ്പമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ എനർജിക്ക് നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങൾ കുറയും എന്നുള്ളതാണ്. അത് ഈ നിരീക്ഷണത്തിനെ, അതായത് ഇത്തരത്തിലുള്ള ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു എനർജിയുടെ ഇടയിൽ വരുന്ന ഒരു ആശ്വാസമായിട്ടാണ് നമുക്ക് ഈ മെസ്സേജിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പോകുന്ന, വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു രഹസ്യ സന്ദേശമായിട്ടും നമുക്കിതിനെ കാണാം. എന്തായാലും അങ്ങനെ ഒരു വാർത്ത, ഒരു മെസ്സേജ്, ഒരു വാർത്തയായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ ആ വാർത്ത നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, നിങ്ങൾക്കെതിരായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പുറമെ പ്രകടിപ്പിക്കാതെ ഒളിഞ്ഞിരുന്ന് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിനെ തന്നെ വേർപിരിക്കുന്ന തരത്തിലേക്ക് കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ ആ വാർത്ത നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകും എന്ന് പറഞ്ഞു. അതാരാണ്? അതുപോലെ തന്നെ ഏത് ബന്ധമാണ്, ഞാൻ ഉദ്ദേശിച്ച ചോദ്യം മുഴുവനും ചോദിച്ചു കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഏത് പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആശ്വാസം നൽകുന്നതിനായിട്ട് അടുത്തുണ്ടാവുക? അതുപോലെ വരാനിരിക്കുന്ന എന്തോ ഒരു ആഘോഷം എന്ന് പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം ശാന്തമാക്കുമെന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോയത്. അതേസമയം വന്ന ജമ്പേഴ്സ് ആണത്. അത് നോക്കാം. വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻഡ്സ്, സൺ. ഏറ്റവും പ്രധാനമായിട്ടും മേജർ ആർക്കാന കാർഡാണ്. സൺ ആണ്. ഡെവിൾ എനർജിയുടെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള ഒരു എനർജിയാണ് സൺ കാർഡിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ത്രീ ഓഫ് വാൻഡ്സ്, Fool card and Page of Wands. ഇവിടെ ഡെവിൾ നൽകിയ നെഗറ്റീവ് എനർജികളെല്ലാം പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് നിഴലുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും മായ്ച്ചു കളയുന്ന തരത്തിലുള്ള മഹാവിജയമാണ് നിങ്ങളുടെ മുന്നിൽ ഇവിടെ തെളിയുന്നത്. ഇവിടെ മുതൽ, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന വിജയത്തിന്റെ, ഹോം കമ്മിങ്ങിന്റെ, അതുപോലെ പാർട്ട്ണർഷിപ്പിന്റെ, ഐക്യത്തിന്റെ ഒക്കെ കാർഡുകളോടൊപ്പം കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമ്മൾ എടുത്ത കാർഡുകളെല്ലാം നൽകുന്നത് ഒരു വലിയ വിജയം, ഒരു മഹാവിജയം, മഹത്തായ ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സ്പ്രെഡിലെ ഏറ്റവും ശക്തമായ കാർഡാണ് ഈ വന്നിരിക്കുന്ന സൺ. നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിജയത്തിന്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആരാണ് കൂടെയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ നിഴൽ പോലെ പിന്തുടരുന്ന, യാതൊരു കപടതയുമില്ലാത്ത, കുട്ടികളെ പോലെ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ. നിങ്ങളുടെ വിജയത്തിൽ അവരും സൂര്യനെ പോലെ തിളങ്ങും. അതായത് സൺ എനർജി ഒരു കുട്ടിയാകാട്ടോ. ചിലപ്പോ ഈ കുട്ടിയായിരിക്കാം നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ അവരായിരിക്കാം സണ്ണിന്റെ, അതായത് പേരും ഈ സൂര്യനെ പോലെ. ഇപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ട് പറയട്ടെ, സൂര്യൻ എന്ന അർത്ഥം വരുന്ന പേരുകളുള്ള ആരെങ്കിലും ഉണ്ടോ? സൂര്യ, അതുപോലെ തന്നെ ആദിത്യൻ, ആദിത്യ, അങ്ങനെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി അതൊന്നും അല്ലെങ്കിലും നിങ്ങളുടെ കുട്ടികളാകാം, അല്ലെങ്കിൽ കുട്ടികളെ പോലെ നിഷ്കളങ്കമായിട്ട് നിങ്ങളെ ഒരു കപടതയും ഇല്ലാതെ സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരാകാം. നിങ്ങളുടെ വിജയത്തിൽ അവർ നിങ്ങളോടൊപ്പം സൂര്യനെ പോലെ തിളങ്ങാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എല്ലാ രഹസ്യങ്ങളും വെളിച്ചത്ത് വരും. ഇതുവരെ ഡെവിൾ ഉണ്ടാക്കിയ ഭയങ്ങളെ ഈ സൂര്യപ്രകാശം ഇല്ലാതാക്കും. ഇത് പൂർണ്ണമായ വിജയത്തിന്റെയും മാനസിക സന്തോഷത്തിന്റെയും സൂചനയാണ്. തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻഡ്സ് ആണ്. അതായത് പുതിയ ചക്രവാളങ്ങൾ തേടുന്നതിനെയാണ് പൊതുവായിട്ട് ത്രീ ഓഫ് വാൻഡ്സ് പറയുന്നത്.
നിങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറൊത്ത് നിങ്ങൾ എടുത്ത കൂട്ടായ തീരുമാനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കടൽ കടന്നു വരുന്ന അവസരങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ വിദേശ യാത്രയ്ക്കോ വിദേശ ജോലി അല്ലെങ്കിൽ വിദേശ ബന്ധമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് താല്പര്യപ്പെട്ടിരുന്നുവെങ്കിൽ അത്തരം അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഒരു പ്രാദേശിക ബന്ധം മാത്രമായിരിക്കില്ല. ഇപ്പോ വിദേശ ബന്ധമുള്ള എന്തെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള മാധ്യമങ്ങളിലൂടെ, ഇപ്പൊ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ വിദേശ വരുമാനം വരെ ലഭിക്കാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊളാബറേഷനുകൾ ലഭിക്കാവുന്ന തരത്തിലേക്ക് ഒരു വളർച്ച ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ വളർച്ച നൽകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. വരാനിരിക്കുന്ന ആഘോഷം നമ്മളിവിടെ പറഞ്ഞല്ലോ, അത് വെറുമൊരു പാർട്ടിയല്ല, വെറുമൊരു സെലിബ്രേഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. ആ തുടക്കമാണ് ഇവിടെ ഫൂൾ കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ ലാഘവത്തോടെ പുതിയൊരു യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. പഴയ ടെൻഷനുകളെല്ലാം, അതായത് ഈ ഡബിൾ എനർജി കുറെ നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഏത് മേഖലയിലും നിങ്ങൾ ആരോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നിന്നാലും ഈ ഡബിൾ എനർജി അതിലൊക്കെ പ്രശ്നമാവുകയായിരുന്നു. നിങ്ങളുടെ ഏത് പാർട്ട്ണർഷിപ്പിലും, അത് കുടുംബജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ ആരൊക്കെയായിട്ട് ചേർന്ന് എന്ത് പ്രവർത്തിക്കും മുതിരട്ടെ ഈ ഡബിൾ എനർജി അതിന്റെ ഇടയിൽ ഉണ്ടാവും. നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പേടിയെല്ലാം മാറി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ നിങ്ങൾ പോകും ഒരു ഫൂളിനെ പോലെ. ഫൂൾ എന്ന് പറയുമ്പോൾ വിഡ്ഢി എന്നല്ല ടാരോയിൽ അർത്ഥം. ഇതിൽ ഈ കാർഡ് പറയുന്നത് നമ്മളൊരു ഭയമില്ലാതെ എല്ലാം ഒരു പ്രിക്കോഷൻസും എടുക്കാതെ, അല്ലാതെ ഇങ്ങനെ തളർന്നു നിൽക്കാതെ, ഭയന്ന് നിൽക്കാതെ, വരും വരായികളെ കുറിച്ചൊന്നും ചിന്തിച്ച് നിൽക്കാതെ, എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ച് ഒരു കുട്ടിയെ പോലെ മുന്നോട്ട് നീങ്ങുന്നതിനെയാണ് ഈ ഫുൾ എനർജി, ഫുൾ കാർഡ് എന്ന് പറയുന്നത്. റിസ്ക് എടുക്കാനുള്ള ധൈര്യം, ചുരുക്കി പറഞ്ഞാൽ ആത്മവിശ്വാസം നൽകുന്ന നിങ്ങളും നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങളെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കും. ഒന്നും പേടിക്കാനില്ല എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഇത് നൽകും. അതുപോലെ ഈ പേജ് ഓഫ് വാൻസ് എന്ന് പറയുന്ന കാർഡ് ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു എക്സൈറ്റ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിന് ഒരു ശാന്തി മാത്രമല്ല ഈ ആഘോഷം അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന എനർജി നൽകുന്നത്, നിങ്ങൾക്ക് ഒരു ഫയർ എനർജിയാണ് നിങ്ങളിലേക്ക് ഇത് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു പുതിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ആശയം നിങ്ങളെ തേടിയെത്തും. പേജ് ഓഫ് സോട്സിന്റെ, ഇവിടെ പേജ് ഓഫ് സോട്സ് ആണല്ലോ നമ്മുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്. പേജ് ഓഫ് സോട്സിന്റെ ബുദ്ധിയും പേജ് ഓഫ് വാൻസിന്റെ ആവേശവും കൂടി ചേരുമ്പോൾ, അതായത് ഇത് വേറെ ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നതാണെങ്കിലും ഇതിന്റെ ഈ ഒരു എനർജി നിങ്ങളിലുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ജിജ്ഞാസ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആ എനർജിയോടൊപ്പം ഈ ഫയർ എനർജി കൂടി, പേജ് ഓഫ് വാൻസിന്റെ ആവേശം കൂടി ചേരുമ്പോൾ നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പുതിയ ചക്രവാളങ്ങൾ തേടി ധൈര്യത്തോടുകൂടി ഇറങ്ങുന്ന രീതിയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ. ഏത് നിമിഷവും നിങ്ങളിലേക്ക് അങ്ങനെ ഒരു സന്തോഷകരമായ വാർത്ത എത്തുകയും നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ അതിലേക്ക് ഇറങ്ങുകയും വലിയ വിജയം നിങ്ങളെ തേടി പുറത്ത് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് ആരാണ് രഹസ്യ ശത്രു എന്ന രീതിയിലാണ് അങ്ങനെ ഒരു ശത്രുവുമായി ബന്ധപ്പെട്ട ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്തതുകൊണ്ട് നമ്മൾ അതാണ് എടുത്തത്. 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇപ്പൊ ഈ 8 ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് ഈ ഒരു ഡെവിൾ എനർജിയുമായിട്ട് ചേരുമ്പോൾ നമുക്ക് ആരാണ് ഈ ഡെവിൾ എനർജി എന്നാണ്, അല്ലെങ്കിൽ ഒരു ഹിഡൻ ആയിട്ട് നിൽക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ആ ശത്രു ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു വ്യക്തി തന്നെ ആവണമെന്നില്ല, ഒരു സാഹചര്യവുമാകാം. അതിസൂക്ഷ്മമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു മാസ്റ്റർ മാനിപ്പുലേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി ആകാം. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്ന ആ ശത്രു എടുത്തു ചാടി ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പകരം വളരെ ക്ഷമയോടെ ഓരോ കാര്യങ്ങളും, അതായത് ഒരു ക്രാഫ്റ്റ്സ്മാൻ അയാളുടെ ക്രാഫ്റ്റിൽ എടുക്കുന്ന താല്പര്യമുണ്ടല്ലോ, അയാളുടെ ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ, വളരെ ശ്രദ്ധിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്തുകൊണ്ട് അതിസൂക്ഷ്മമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന വ്യക്തിയാണ് ആ ശത്രു.
എടുത്തു ചാടി എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ശത്രുത തോന്നിയിട്ട് ഓടി വരുന്ന ഒരാളല്ല. നമ്മൾ നേരത്തെ നിങ്ങളുടെ രഹസ്യ ശത്രു ആരാണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനർജിയാണല്ലോ ടാരോ റീഡ് ചെയ്യുന്നത്. ഈ കാർഡ് കാണുമ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഒരു വീഡിയോ കൂടി അതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം നമുക്കറിയില്ല ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ആളുകളാണോ ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മൾ ഈ കാർഡുകളിൽ കാണുന്ന ശത്രുവായിട്ട് നിൽക്കുന്നത് എന്ന്. എന്തായാലും നോക്കാം, പറ്റുമെങ്കിൽ അങ്ങനെ ഒരു റീഡിങ് നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ഓരോ നീക്കവും അവർ പഠിക്കുന്നു എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ടെ സൂക്ഷ്മമായിട്ട് പഠിക്കുന്നു. നിങ്ങളുടെ കരിയറിലെ മികവ് കണ്ട് അസൂയുള്ള ഒരാളാകാം ഇത്. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പേജ് ഓഫ് സോർട്സിന്റെ എനർജിയോട് ചേർത്ത് പറഞ്ഞു, കണ്ടുപിടിക്കാൻ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു റെക്കോർഡുകളോ ഫയലുകളോ ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ നമ്മളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ എന്നൊക്കെ ഞാനിത് പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട് പറഞ്ഞിരുന്നു. ചിലപ്പോൾ നിങ്ങളെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന, എതിർപക്ഷത്ത് നിൽക്കുന്ന ശത്രുത മനോഭാവമുള്ള ആളുകൾ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് അതിസൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിക്കുന്ന തയ്യാറെടുപ്പിലായിരിക്കാം. എടുത്തുചാടി നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നില്ല. വളരെ കൃത്യതയോടുകൂടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് അവർ അണിയറയിൽ ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, കരിയർ ആയിക്കോട്ടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, ഒരു പെർഫെക്ഷനിസം നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് വളരെ വൈകിപ്പിക്കുന്നുണ്ട്, ഒരു തടയുന്നുണ്ട്. എല്ലാം ശരിയായിട്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ആ സാഹചര്യം നിങ്ങളുടെ ഒരു ശത്രുവാണ്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രു ആയി മാറുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട്. അങ്ങനെയും ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആകണം എന്ന ഒരു നിർബന്ധം നിങ്ങളെ അമിതമായിട്ട് തളർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ പേജ് ഓഫ് സോർട്സ് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ മിടുക്കനാണ്. ഒരു യങ് എനർജിയാണ് കേട്ടോ, അങ്ങനെ പറയാം. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് പറയുന്ന ശത്രു നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങൾക്കെതിരെ ഒരു കേസ് അല്ലെങ്കിൽ പരാതി തയ്യാറാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡോക്യുമെന്റേഷൻ എല്ലാം കൃത്യമായിട്ട് ആണ് എന്നുറപ്പാക്കണം. നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഇടപാടുകളിലും ഒരു വ്യക്തത വരുത്തിയിട്ട് വേണം. ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. അശ്രദ്ധ ഒഴിവാക്കണം. ഇപ്പോ ശത്രു വെറുതെ ഇരിക്കുകയാണല്ലോ, ഒന്നും ചെയ്യുന്നില്ലല്ലോ നമുക്കെതിരെ എന്ന് കരുതിയിരിക്കരുത്. അവർ അവരുടെ പണിയായുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ പുതുതായി ചെയ്യുന്ന പ്രൊജക്ടുകളോ അല്ലെങ്കിൽ ആശയങ്ങളോ അതൊന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എല്ലാവരോടും പങ്കുവെക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ അവർ ആ വിജയം നിങ്ങളിലേക്ക് എത്തുന്നതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചേക്കും. അല്ലെങ്കിൽ അവർ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു ചിലന്തി വല നെയ്യുന്നത് പോലെ പതുക്കെ നീങ്ങി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങളുടെ വഴികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വരുന്ന ആ ട്രൂത്ത് എന്താണ്? ക്യൂൻ ഓഫ് സോർട്സ്. ഈ പേജ് ഓഫ് സോർട്സിന്റെ ഒരു ഉയർന്ന രൂപം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പക്വതയുള്ള രൂപമാണ് ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയാം. അതായത് ഇവിടെ സത്യം കണ്ടെത്താൻ അല്ലെങ്കിൽ വിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷിയിൽ നിന്ന് സത്യം കയ്യിലുള്ള ഒരു വിധികർത്താവിന്റെ രീതിയിലേക്കുള്ള മാറ്റം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ വല്ലാതെ അതിന്റെ ഒരു സൂചന ഇതിൽ കാണുന്നുണ്ട്. അതായത് ഒരു യങ് എനർജി നിങ്ങൾക്കെതിരായി പണിക്കോപ്പുകൾ അണിയറയിൽ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, വിവരങ്ങൾ ശേഖരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വിധികർത്താവിന്റെ, ഒരു നിയമത്തിന്റെ മുന്നിലേക്കോ ഒരു വിധികർത്താവിന്റെ മുന്നിലേക്കോ എത്തുന്നു എന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ അതിന്റെ മുന്നിലേക്ക് എത്തും അവർ എന്ത് ചെയ്താലും എന്നൊരു സൂചന നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം വൈകാരികമായി കണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ യഥാർത്ഥ മുഖം എന്തായാലും വെളിപ്പെടാൻ പോവുകയാണ്. അതിലൊരു സ്നേഹമോ ദയോ ഒന്നും ഉണ്ടാവില്ല. പച്ചയായ സത്യം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതായത് റോ ട്രൂത്ത് എന്താണോ അത് പുറത്തേക്ക് വരും. കൃത്യമായ തിരിച്ചറിവ്. നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്ന ഈ ഡെവിൾ എനർജി, ഈ കൂടെ നിന്നിട്ട് രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യങ് എനർജി പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ അണിയറയിൽ ഇരുന്ന് നിങ്ങൾക്കെതിരെ
ആയുധങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ നിങ്ങളുടെ ജോലിയിലോ ജീവിതത്തിലോ തടസ്സം നിൽക്കുന്നവരെയൊക്കെ തിരിച്ചറിയാൻ ആവശ്യമായ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും എന്നാണ് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. നിയമപരമായ വ്യക്തതകൾ, അതായത് നിങ്ങളൊരു നിയമ പോരാട്ടത്തിലോ തർക്കത്തിലോ ആണെങ്കിൽ കൃത്യമായ തെളിവുകളും നിയമ സഹായവും നിങ്ങളുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ലീഗൽ ഫാക്ട്സ്, കൃത്യമായ ഒരു ശരി എന്ന് പറയുന്നത് നിങ്ങളുടെ പക്ഷത്താണ് എന്ന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, അത് കയ്യിൽ പിടിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രാജ്ഞി അവരുടെ വാളുകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്തിനേയും മുറിച്ചു മാറ്റാനാണ്. അനാവശ്യമായ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ വഴിയെ വരുന്ന തടസ്സങ്ങളെ മുറിച്ചു മാറ്റാൻ, അതിനെല്ലാം പ്രാപ്തമായ എനർജിയാണ് ഈ കാണുന്നത്. ഒരു സ്ത്രീയുടെ എനർജി ആകാം, നിങ്ങളോ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീകളോ ആകാം ഇത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതോറിറ്റി ഫിഗർ, ചിലപ്പോൾ ഒരു സ്ത്രീ ആകാം, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു വിധി തീർപ്പിന് മുന്നിലേക്കായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഈ അണിയറയിൽ നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളെ തളച്ചിടുന്ന വിഷലിപ്തമായ ബന്ധങ്ങളോ സാഹചര്യങ്ങളോ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ വ്യക്തമായ ആശയവിനിമയം, വളച്ചൊടിക്കലുകൾ ഒന്നുമില്ലാതെ നേരിട്ടുള്ള സംസാരമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് സത്യം വെളിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ആയുധം എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. കീറി മുറിച്ച് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് എന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സത്യം, അല്ലെങ്കിൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത്. ശത്രുക്കൾ അണിയറയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെക്കാൾ ഉയരത്തിൽ നിന്ന് കാര്യങ്ങൾ കാണുന്ന ഒരു 3 of Wands എനർജിയിലാണ് ഇവിടെ നമ്മൾ കണ്ടത് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഇനി ആരെയും ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല, കാരണം വസ്തുതകൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് വൈകാരികമായ ബന്ധങ്ങളെക്കാൾ സത്യസന്ധമായ വസ്തുതകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വേണം ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കാൻ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ട വിഷലിപ്തമായ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ആ തടസ്സം, അത് നിങ്ങളുടെ പെർഫെക്ഷനിസം ആണോ, നിങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ആ സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവയെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാളുകൊണ്ട് മുറിച്ചു മാറ്റുക തന്നെ വേണം എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന പ്രധാന സന്ദേശം. ഇനി എന്ത് ആക്ഷൻ നിങ്ങൾ എടുക്കണം എന്നാണ് ഇവിടെ ഒരു ആക്ഷൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ദ ഫൈനൽ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് വേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാണ് നമ്മൾ ഫൈനൽ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലാണ് ഉണ്ടാവേണ്ടത് എന്നതാണ് ഈ അവസാന 2 കാർഡുകളിലൂടെ നമ്മൾ എടുത്തത്. ടാരോ സ്പ്രെഡിന്റെ അവസാന 2 കാർഡുകളാണുള്ളത്, അതിലൂടെ എടുത്തത്. അത് കിങ് ഓഫ് പെന്റക്കിൾസും 5 of Swords ആണ്. എന്തായാലും ഇങ്ങനെ ഒരു ഡെവിൾ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യം ചോർത്തുന്ന നെഗറ്റീവായിട്ടുള്ള ശക്തികളുടെ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അത്തരക്കാരെ എങ്ങനെ നേരിടാം എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, വിൻ അറ്റ് ഓൾ കോസ്റ്റ് എന്നാണ് 5 of Swords പറയുന്നത്. അതായത് ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുക എന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ മാന്യത നോക്കി നിൽക്കേണ്ട സമയമല്ല എന്നാണ് പറയുന്നത്. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ മറുപടി നൽകണം. മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരിപ്പിക്കുന്നതല്ല ഇത്. ഇവിടെ ഈ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഈ ആയുധങ്ങൾ, മറ്റുള്ളവരുടെ ആയുധങ്ങൾ കൂടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ജാഗ്രത കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിജയിക്കാൻ വേണ്ടി വേറെ ആളുകൾ അശ്രദ്ധമായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ആയുധങ്ങൾ കൂടി എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യുദ്ധത്തിൽ ജയിക്കാൻ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലരെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഏത് തരത്തിലാണോ ദ്രോഹിക്കുന്നത് അത്തരത്തിലൊരു മറുപടി ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. അതുപോലെ കിങ് ഓഫ് പെന്റക്കിൾസ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. എന്തായാലും എല്ലാ വിഭവങ്ങളും, അതായത് വിജയിക്കാൻ വേണ്ടി ഈ ഡബിൾ എനർജി നൽകുന്ന, അതേപോലെ പേജ് ഓഫ് സോർഡ്സ് നൽകുന്ന എല്ലാ മോശം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെയും തടസ്സങ്ങളെയും മുറിച്ചു മാറ്റാൻ കഴിവും അധികാരവുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ട്.
നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പദവിയോ ഒരു കവചമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്നുകിൽ നിങ്ങൾ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഈ കാര്യങ്ങളെ നല്ല രീതിയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുന്ന സാമ്പത്തികമായിട്ട് പിടിപാടുള്ള ഒരു വ്യക്തിയാണ്. കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പൊതുവിലുണ്ട് എന്നുള്ളതാണ്. ബുദ്ധിപരമായ ഒരു പിന്മാറ്റവും അതുപോലെ മുന്നേറ്റവും ഈ കാർഡുകൾ രണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. 5 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പരാജയത്തെ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ കിങ് ഓഫ് പെന്റക്കിൾസ് കൂടെ ഉള്ളപ്പോൾ അത് അർത്ഥമാക്കുന്നത് ചെറിയ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് വലിയൊരു വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു യുദ്ധം തോറ്റാലും രാജ്യം പിടിച്ചെടുക്കുന്ന രാജാവിനെ പോലെ ചിന്തിക്കുക. ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് അവർക്കൊന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അതിലും വലിയൊരു കാര്യം കണ്ടുകൊണ്ടായിരിക്കണം ആ നീക്കം നടത്തേണ്ടത്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ വാക്കുകൾ വളച്ചൊടിച്ചേക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ അവരുടെ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ഒരു മറുപടിയും നൽകാതെ നിങ്ങളുടെ വിജയം കൊണ്ട് മാത്രം അവർക്ക് മറുപടി നൽകുക. പ്രകോപിപ്പിക്കാൻ വന്നാൽ അതിനനുസരിച്ച് പ്രതികരിച്ച് കുഴപ്പത്തിലാകാതിരിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എതിരായിട്ട് അവരത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു തർക്കത്തിന് ഒരാൾ മനഃപൂർവ്വമായിട്ട് കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ 8 ഓഫ് പെന്റക്കിൾസ് കണ്ടത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ബോധപൂർവമായിട്ട് നിങ്ങളെ തർക്കത്തിലേക്ക് വലിച്ചിഴക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക, കാര്യങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ്. ബുദ്ധിപരമായ മൗനമാണത്, ഒരിക്കലും അതൊരു തോൽവിയല്ല. ക്വീൻ ഓഫ് സോർട്സ് നൽകിയ അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു സത്യം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ആ സത്യങ്ങൾ ഉപയോഗിച്ച് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഗൗരവത്തോടെ കൃത്യമായ നടപടികളിലേക്ക്, കൃത്യമായ ഒരു മുന്നോട്ട് പോക്ക്, ഒരു മുന്നേറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത്. പണമിടപാടുകളിലും ബിസിനസ് കരാറുകളിലും വളരെ വ്യക്തത എന്തായാലും വരുത്തണം. ലാഭനഷ്ടങ്ങൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടി വേണം നിങ്ങൾ കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ എന്താണ് ഈ സാഹചര്യത്തിൽ നമുക്കിവിടെ കൂടുതലായിട്ടും ലഭിച്ചിരിക്കുന്നത്? നിങ്ങളെ ദ്രോഹിക്കുന്ന ആ ഡെവിൾ എനർജി, എന്തായാലും പേജ് ഓഫ് സോർട്സ് ഡെവിൾ ആണെന്ന് പറഞ്ഞു. ആ ഡെവിൾ എനർജിയെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാളി ഒറാക്കിളിലൂടെ നോക്കാം. കുറുക്കുള്ള. ഓക്കെ, എന്തായാലും ഈ കാളി ഒറാക്കിളിലൂടെ നമുക്ക് പേജ് ഓഫ് സോർട്സിൽ തുടങ്ങിയ അന്വേഷണവും ജാഗ്രതയും ഒടുവിൽ ക്വീൻ ഓഫ് സോർട്സ് നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ കയ്യിലുള്ള സത്യത്തിന്റെ വാളിന്റെ മൂർച്ചയിലൂടെ കടന്നുപോയി ഒടുവിൽ കുറുക്കുള്ള എന്ന കാളിദേവിയുടെ ദിവ്യമായ സംരക്ഷണത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ കുറുക്കുള്ള ദേവി ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുന്നതാണ്: ആകർഷണവും വികർഷണവും. നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. അതേസമയം നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങളെയും ശത്രുക്കളെയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രതിരോധം കുറുക്കുള്ള ദേവി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. ഇവിടെ നമ്മളത് കണ്ടല്ലോ. ഇവിടെ ഡബിൾ എനർജി വന്നപ്പോ, പേജ് ഓഫ് സോർട്സിന്റെ എനർജിയോടൊപ്പം ഡബിൾ എനർജി വന്നപ്പോ 2 ഓഫ് കപ്സും 4 ഓഫ് വാൺസും വന്നുകൊണ്ട് നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനെ അടിവരയിടുന്ന തരത്തിലാണ് കുറുക്കുള്ള ദേവിയുടെ ഈ മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ഈ കാർഡുകളിലെല്ലാം കണ്ടൊരു വിജിലൻസ്, ഒരു ജാഗ്രത എന്ന സന്ദേശം ഇപ്പോൾ ഒരു ദൈവിക സംരക്ഷണമായിട്ട് മാറി നിൽക്കുകയാണ്. അതായത് ശത്രുക്കൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം, അതൊരു റിയാലിറ്റി ആണ്, ഉണ്ട്. പക്ഷെ ദേവിയുടെ സാന്നിധ്യം ഇവിടെ, ഈ കുറുക്കുള്ള എന്ന കാളി മാത, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാളിയുടെ ഏത് രൂപവുമാകാം, ആ എനർജിയിലേക്ക് നിങ്ങൾ എന്തായാലും ദേവിയുടെ, കാളിയുടെ, അങ്ങനെ ചുരുക്കി പറയാം, കാളിയുടെ ഒരു സംരക്ഷണത്തിലാണ് നിങ്ങൾ. ദേവിയുടെ സാന്നിധ്യം ഉള്ളപ്പോൾ ഒരു ശത്രുവിന്റെയും, രഹസ്യ ശത്രുവോ പരസ്യ ശത്രുവോ ആരുമായിക്കോട്ടെ, ഒരു നീക്കവും നിങ്ങളെ ബാധിക്കില്ല. അവരുടെ ഈ വിളയാകാം, പ്രാക്കാവാം, ഒന്നും അവരെന്ത് ചെയ്താലും ബാധിക്കില്ല. അമ്പും വില്ലും കൊണ്ട്
നിങ്ങളുടെ പാതയിൽ എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ടാണ് കാളി ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ തളച്ചിടുന്ന പഴയ ചിന്തകളും ഭയങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദേവി പറയുന്നത്. എങ്കിൽ മാത്രമേ പുതിയ വിജയങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാളി ദേവി നൽകിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഭയമില്ലാതെ ആയുധമേന്തി നിൽക്കുന്നു എന്ന് പറയുന്നത് തർക്കമുണ്ടാക്കാൻ വേണ്ടിയല്ല, എപ്പോഴും യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷെ ഒരു കരുത്താണ്. നിങ്ങളുടെ കരുത്ത് തർക്കമുണ്ടാക്കുന്നതിലല്ല ഉപയോഗിക്കേണ്ടത്, ശാന്തമായിട്ട് നിൽക്കാൻ. ഇവിടെ നിങ്ങൾക്ക് കാണാമോ? ശാന്തമായ മുഖഭാവത്തോടു കൂടിയാണ്. പക്ഷെ ഏത് സമയവും നിങ്ങളിലേക്ക് വരുന്ന ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവളായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് ദേവി. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളോട് അത്യധികം താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ശാന്തമായ ഒരു എനർജിയാണ് ദേവിയെങ്കിലും, അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആണ് നിങ്ങളോടൊപ്പം ഉള്ളതെങ്കിലും, ഏത് സാഹചര്യത്തിലും നിങ്ങൾ സമാധാനമായി നടന്നോളൂ, സമാധാനമായി ഉറങ്ങിക്കോളൂ. ഏത് സാഹചര്യത്തിലും നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ ശാന്തത കൈവിടാതെ ദേവി തട്ടിത്തെറിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിങ്ങളുടെ വഴി, നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടുകൂടി ഭയപ്പെടാതെ സത്യത്തിന്റെ വഴിയെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കാളി മാത നൽകുന്ന സന്ദേശം. ഓക്കെ, അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും, അപ്പൊ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്, മെമ്പർഷിപ്പ് എടുക്കണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്, മെമ്പർഷിപ്പ് എടുത്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.